بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, റഷീദിയ അറബി കോളേജ് കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട ഒരു മത സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമാണ്. ഭൗതിക ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയം മഹാനായ കണ്ണിയത്തുസ്താദ് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളാൽ തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ സൂഫിയനായിരുന്ന ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാരുടെയും കാർമ്മികത്വത്തിലാണ് അതിൻ്റെ തുടക്കം. സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു 1979. പിന്നെ ഏതാണ്ട് 4.5 പതിറ്റാണ്ടോളം സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. CAC-യുടെ കീഴിലുള്ള വാഫി കോഴ്സ് അവിടെ വളരെ വിജയകരമായി നടക്കുന്നു. സ്ഥലപരിമിതി മൂലം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥാപനമാണ് റഷീദിയ. നമുക്കറിയാലോ, എടവണ്ണപ്പാറ ടൗണിൽ ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ റഷീദിയ പ്രവർത്തിച്ചു വരുന്നത്. അതിനിടക്ക് നമ്മൾ മറ്റ് ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു വലിയ ക്യാമ്പസ്, ഏതാണ്ട് 3.5 ഏക്കറോളം സ്ഥലത്ത് അതിൻ്റെ ഒരു ക്യാമ്പസ് അതിന് തുടക്കം കുറിച്ചു. കുട്ടികളുടെ ഹോസ്റ്റലുകളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ നമുക്ക് വിപുലീകരിക്കേണ്ടതുണ്ട്. അപ്പം അതിനുവേണ്ടി ഉദാരമതികളുടെ സഹായത്താലാണ് നമ്മളിതിനൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത്. സെയ്ദ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് അതിൻ്റെ താൽക്കാലിക കർമ്മം നിർവഹിച്ചതും. ഏതായാലും ഇപ്പോൾ റഷീദിയയുടെ കമ്മിറ്റി അതിൻ്റെ പൂർത്തീകരിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ്. ബിൽഡിങ്ങിൻ്റെ പകുതിയെ ഇപ്പോഴും പൂർത്തീകരിച്ചുള്ളൂ. ഏതാണ്ട് 49,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ആ ബിൽഡിങ് നമ്മളവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉദാരമതികളുടെ സഹായം അതിനാവശ്യമാണ്. ഇനിയും 1-2 കോടിയോളം രൂപ അതിന് അത്യാവശ്യമായി വേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി റഷീദിയയുടെ സാരഥികൾ അതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. എല്ലാവരുടെയും സഹകരണങ്ങൾ, ഉദാരമതികളുടെ സഹകരണങ്ങൾ, സമുദായ സ്നേഹികളുടെ സഹകരണങ്ങൾ ഇതിന് ആവശ്യമാണ്. ആ കാര്യത്തിൽ ജാരിയായ ഒരു സദക്കയുടെ പരിപൂർണ്ണ പ്രതിഫലം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന് വേണ്ടി സഹായിക്കാൻ, അതിന് സദക്ക ചെയ്യാൻ, അതിനുവേണ്ടി മറ്റു രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെ നല്ലൊരു സ്വപ്നമായിരുന്നു റഷീദിയക്ക് അത്ര വലിയൊരു ക്യാമ്പസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ എല്ലാവരുടെയും സജീവമായ ഒരു സഹകരണം, സജീവമായിട്ടുള്ളൊരു മനസ്സ് കൊടുത്തുകൊണ്ടുള്ളൊരു താല്പര്യം ആ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം എളുപ്പത്തിൽ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഇതിനുവേണ്ടി സഹായിക്കുന്നവർക്ക് മതിയായ പ്രതിഫലത്തെ ഇരുവീട്ടിലും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.